ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയമുള്ള വെളിയങ്കോട് നിവാസികളെ, വളരെ ഗൗരവപരമായൊരു കാര്യങ്ങൾ അറിയിക്കാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നുള്ളത്. നമ്മുടെ മഹല്ലിൽ അഥവാ ഉമർഖാലി തങ്ങളെ ആ മക്കാമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ആ പള്ളിയിൽ, നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ നടന്നു വരുന്ന വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ചെറുപ്പം മുതലേ അവിടെ ഞാനൊക്കെ ദർസിൽ പോയിരുന്നതാണ്, പഠിക്കാനും അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിരുന്നത് ദർസാണ്. എത്രയോ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ദർസ് ഇപ്പോൾ ഒരു കാരണം കൂടായിട്ട് ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അത് നിർത്തി വെച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അറിയില്ല എന്നാണ് മറ്റുള്ള ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, നമ്മൾ വെളിയങ്കോടുത്തെ ജനങ്ങളിത് അറിയണം. എന്തുകൊണ്ട് ഈ മഹല്ല്, ഈ ദർസ്, പ്രത്യേകിച്ച് ഇൽമ്, അള്ളാഹുവിൻ്റെ മതം പഠിപ്പിക്കുന്ന ഒരു കാരണവും കൂടാതെ എന്തുകൊണ്ട് ഇവർ നിർത്തിവെച്ച്, അത് ജനങ്ങളായ നമ്മൾക്കത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അതിൻ്റെ ആ കാരണം നിങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്, പരസ്യമായിട്ട് തന്നെ അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പരമാവധി ആൾക്കാർ ഇത് കാണണം, ഇതിനെതിരെ പ്രതികരിക്കണം. നമ്മുടെ മഹല്ലിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അതിന് ബന്ധപ്പെട്ടവർക്ക് പോലും അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മഹല്ലും കമ്മിറ്റിയും, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഒരു ദീന് പഠിപ്പിക്കുന്ന ഒരു സംഭവത്തെ ഒരു കാരണം കൂടാതെ അത് ഒഴിവാക്കി വിടുകയാണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്? ഇതിന് വരുമാനം കുറഞ്ഞിട്ടാണോ? ഈ മഹല്ലിന് വരുമാനം കുറഞ്ഞിട്ടാണോ? ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഈ മഹല്ലിലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത് ഞങ്ങളെ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, അറിയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്.